അതിക്രൂരമായൊരു ചെറുപ്പക്കാരനെ വിചാരണ ചെയ്ത് കൊല്ലുന്നത് ഉത്തരേന്ത്യയിലല്ല, ഈ കേരളത്തിന്റെ മണ്ണിലാണ്. എവിടേക്കാണ് ഈ ഭരണകൂടം നമ്മളെ കൊണ്ടുപോകുന്നത്? കൊടിയില്ലാത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ ഒരു കാലത്ത് സത്യമാണെന്ന് കരുതി ആ കൊടി പിടിച്ചവൻ ഇന്ന് മനസ്സിലാക്കുന്നു അത് മൂന്നും വെട്ടിയിട്ട് ഈ നടപടികൾക്ക് ചേരുന്നത് അവിടെ വിജയന്റെ പേരെഴുതലാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ കൊടി മുമ്പ് പിടിച്ചവർ പോലും ഇപ്പൊ പറയുന്നു ഇത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത്. ഈ നാട്ടിലൊരു പ്രധാനമന്ത്രി ഇവിടെ വന്നു, പല ഉറപ്പുകളും ഇതുപോലെ കൊടുത്തു. ഇവിടെ ഈ തേക്കിൻകാട് മൈതാനത്ത് വനിതാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു വനിതകൾക്ക് മോദിയുടെ ഗ്യാരണ്ടി. കഴിഞ്ഞ ദിവസം സാക്ഷി മാലിക് തിരുവനന്തപുരത്ത് വന്നിരുന്നു. നിങ്ങൾക്കറിയാം ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ എത്രയാ? ഹോക്കി ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ കിട്ടിയ മെഡലുകൾ 21, അതിൽ 14 പുരുഷന്മാർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളത് 7 വനിതകളാണ് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി ഇന്നേ വരെ ഇന്ത്യക്ക് ഒരു ഒളിമ്പിക് മെഡൽ നേടിയത്. അതിലൊരു മിടുക്കിയായ പെൺകുട്ടിയാണ് പറഞ്ഞത് എന്താ, എന്റെ ബൗട്ടിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന എന്റെ ഷൂകൾ അത് രണ്ടും മേശപ്പുറത്ത് അടിച്ചു വെച്ചിട്ട് പറഞ്ഞത് ഐ ക്വിറ്റ്, ഞാൻ നിർത്തുകയാണ്. എന്തിനാ? ഈ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയ പോക്സോ കേസിൽ വരെ പ്രതിയായ BJP-കാരൻ ഒരു നേതാവ് റെസ്ലിംഗ് ഫെഡറേഷന്റെ തലപ്പത്തുണ്ടായിട്ട് ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ നേടിയ വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പുരുഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അയാളുടെ റെസ്ലിംഗ് ഫെഡറേഷന്റെ തലപ്പത്ത് നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോ ആ സാക്ഷി മാലിക്കിനോടൊപ്പമല്ല നരേന്ദ്രമോദി നിലകൊണ്ടത്. നരേന്ദ്രമോദി നിലകൊണ്ടത് ആ പോക്സോ കേസ് പ്രതിയോടൊപ്പമാണ്. നരേന്ദ്രമോദി നിലകൊണ്ടത് ആ പീഡന കേസിലെ പ്രതിയോടൊപ്പമാണ്. അവിടെ ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി നിന്നിട്ട് ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനം, ഈ രാജ്യത്തിന്റെ ദേശീയ പതാക ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഉയർന്നു കേൾക്കാൻ കാരണക്കാരിയായ പെൺകുട്ടിക്ക് ഞാൻ റെസ്ലിംഗ് നിർത്തേണ്ടി വരുന്നു എന്ന് പറഞ്ഞു വേദനയോടെ പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി ഇപ്പൊ പലതും പറഞ്ഞു കേൾക്കുന്നത് പോലെ അത്ര ഒറിജിനൽ അല്ല, അത് ഉറപ്പുള്ളതല്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഈ നാടിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. തൃശ്ശൂരിനെ നമ്മൾ വിൽപ്പനക്ക് വെച്ചിട്ടില്ല, തൃശ്ശൂരിനെ നമ്മൾ വിഭജനത്തിന് വെച്ചിട്ടില്ല, തൃശ്ശൂരിനെ നമ്മൾ കച്ചവടത്തിന് വെച്ചിട്ടില്ല. തൃശ്ശൂർക്കാർക്ക് അറിയാം ഈ പ്രസ്ഥാനം പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിന്റെ സംരക്ഷണം തന്നെയാണ്. അങ്ങനെ എളുപ്പത്തിൽ വഞ്ചിച്ചും പറ്റിച്ചും പോകാവുന്ന ഒരു ജനതയാണ് തൃശ്ശൂർ എന്ന് ആർക്കെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ വോട്ടെണ്ണുമ്പോഴുള്ള 3-ാം സ്ഥാനം അവരെ അത് അല്ല എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഈ ഗവൺമെന്റിന് വോട്ട് ചെയ്യാൻ എന്തായാലും ഇനി ആരെങ്കിലും തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ പറയുന്നു ശമ്പളം ഉണ്ട് പക്ഷെ എടുക്കാൻ പറ്റൂല എന്നുള്ളത്. അതെന്താ ശമ്പളം എന്ന് എനിക്ക് മനസ്സിലായിട്ട് എന്റെ അക്കൗണ്ടിൽ വരും പക്ഷെ എടുക്കാൻ പറ്റില്ല എന്ന്. ചരിത്രത്തിൽ ആദ്യം എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഏലംകുളം മനക്കല ശങ്കരൻ നമ്പൂതിരിപ്പാട് തൊട്ട് ഉമ്മൻചാണ്ടി വരെ ഭരിച്ച ഈ കേരളത്തിന്റെ മണ്ണിൽ ചരിത്രത്തിൽ ആദ്യം ഒരേ ഒരു തവണ ഈ നാട്ടിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ സർക്കാരിനെ കൂപ്പുകുത്തിച്ചവർ. മക്കൾക്ക് മാസപ്പടി കിട്ടും പക്ഷെ പണിയെടുക്കുന്നവന് പൈസ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഇത്തവണത്തെ വോട്ടിന് രാഷ്ട്രീയത്തിന്റെ മാത്രം നിറമല്ല, ഇത്തവണത്തെ വോട്ടിന് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ നിറമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോട്, ഇവിടുത്തെ CPI-കാരോട്, ഇവിടുത്തെ CPM പ്രവർത്തകനോട് അറിയാതെങ്കിലും ഒരു പിന്തുണ ഈ ജനവിരുദ്ധ സർക്കാരിന് നിങ്ങളുടെ വിരൽ കൊണ്ട് കൊടുത്തു പോകരുത്. നിങ്ങൾക്കും വെറുത്തിട്ടുള്ള, നിങ്ങളെയും വെറുപ്പിച്ചിട്ടുള്ള, സാധാരണക്കാരനെ മുഴുവൻ വഞ്ചിച്ചിട്ടുള്ള ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തായി ഇത്തവണത്തെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നവൻ അതിന് പോവാൻ, ചർച്ചിലേക്ക് പോകുന്നവൻ അതിന് പോവാൻ, അമ്പലത്തിന്റെ വിശ്വാസവുമായി പോകുന്നവർക്ക് അതിന് നിൽക്കാൻ, വിശ്വാസമില്ലാത്തവൻ അങ്ങനെ ജീവിക്കാൻ, അവർക്കിടയിൽ വൈര്യമില്ലാതെ, വർഗീയതയില്ലാതെ, വിഭാഗീയതയില്ലാതെ അവരെ ഒന്നായി കാണാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഇന്ത്യയുടെ മണ്ണിൽ അധികാരത്തിൽ വരണമെങ്കിൽ അത് ഇന്നലെ പട്നയുടെ മണ്ണിൽ പറഞ്ഞതുപോലെ അത് ഇന്ത്യ മുന്നണിക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം.
അങ്ങനെ സാധിക്കണമെങ്കിൽ അതിന് കരുത്തു പകരാൻ തൃശ്ശൂരിൽ നിന്നൊരു ജനപ്രതിനിധി ഉണ്ടാവണം. അതിന് കരുത്തു പകരാൻ തൃശ്ശൂരിന്റെ മണ്ണിൽ UDFന്റെ ജനപ്രതിനിധി ജയിക്കണം. അതിന് കരുത്തു പകരാൻ ഈ മണ്ണിന്റെ മതേതരത്വം കാക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കരുത്തായി മാറാൻ ഇന്നാട്ടിലെ RSSനോടും സംഘപരിവാറിനോടും ഒരു തരത്തിലും സന്ധി ചെയ്യാതെ ഇന്നും ഇന്ത്യയുടെ തെരുവിൽ ഈ സമൂഹത്തിലെ ജനങ്ങളോട് യോജിച്ചു പൊരുതാൻ പറയുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അതാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിന്റെ കൈകൾ ഉയരുന്നത് ആ രാഹുലിന് വേണ്ടിയായിരിക്കണം. തൃശ്ശൂരിന്റെ കൈകൾ ഉയരുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയായിരിക്കണം. തൃശ്ശൂരിന്റെ കൈകൾ ഉയരുന്നത് മതേതരത്വത്തിന് വേണ്ടിയായിരിക്കണം. തൃശ്ശൂരിന്റെ കൈകൾ ഉയരുന്നത് ജനാധിപത്യ ബോധത്തിന് വേണ്ടിയായിരിക്കണം. തൃശ്ശൂരിന്റെ കൈകൾ ഉയരുന്നത് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരിക്കണം. തൃശ്ശൂരിന്റെ കൈകൾ ഉയരുന്നത് ഈ സ്നേഹത്തിന്റെ സന്ദേശയാത്രയുടെ നിലക്കാത്ത പ്രവാഹത്തിന് വേണ്ടിയായിരിക്കണം. അത് നിന്നു പോകേണ്ട ഒന്നല്ല, അത് തടസ്സപ്പെടേണ്ട ഒന്നല്ല. അത് ഈ നാടിന്റെ ജീവവായു പോലെയാണ്. അതിനെ നമുക്ക് സംരക്ഷിച്ചു പിടിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയങ്കരനായ TN പ്രതാപൻ MP തൃശ്ശൂരിന്റെ മുക്കിലും മൂലയിലും തന്റെ ജനങ്ങൾക്കൊപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാതൃകാപരമായ യജ്ഞത്തിന് നാടിന്റെ ഐക്യത്തെ കാക്കാനുള്ള ഈ മഹാസന്ദേശ യാത്രക്ക് എന്റെയും പാലക്കാടിന്റെയും പ്രസ്ഥാനത്തിന്റെയും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി, ജയ് UDF.